ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിസിക്സ് എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ് ഇത്. ഇതിൻ്റെ മുന്നേ 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് 2 വീഡിയോയും കാണണം. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഒരു കുതിരശക്തി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 764 വാട്ടാണ് കേട്ടോ. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 764 വാട്ട്. ഓക്കെ, അപ്പം നമ്മുടെ കേൾവിക്കുറവ് കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണം എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദ ഡിവൈസ് ടു ഇവാലുവേറ്റ് ദ ഹിയറിംഗ് അക്യുസിറ്റി, അതെന്താണ്? ഓഡിയോമീറ്റർ ആണ് കേട്ടോ. കേൾവിക്കുറവ് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലെ ഊർജം അതെങ്ങനെ കിട്ടുന്ന ഊർജ്ജമാണ്? സ്ഥിതികോർജ്ജമാണെന്ന് നമുക്കറിയാം അല്ലേ? കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. ഓക്കെ ആണല്ലോ. ദ എനർജി ഓഫ് എ കംപ്രസ്ഡ് സ്പ്രിങ് ഡ്യൂ ടു കോൺഫിഗറേഷൻ അല്ലേ? അതിൻ്റെ കോൺഫിഗറേഷൻ മൂലമാണ് അതിന് എന്ത് കിട്ടുന്നത്? ആ എനർജി കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. ഓക്കെ, ഇനി തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജം അതെന്താണ്? സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമാണ് അല്ലേ? ഓക്കെ, എന്താണ്? ദ എനർജി ഓഫ് എ കോക്കനട്ട് ഓൺ ടോപ്പ് ഓഫ് കോക്കനട്ട് ട്രീ, ഇറ്റ്സ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ അല്ലേ? അതിൻ്റെ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എന്താ, നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് റിയോസ്റ്റാറ്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, ചെറിയൊരു ചാൻസ് ഞാൻ കാണുന്നു. അപ്പോൾ ഇത് റിയോസ്റ്റാറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ പ്രവർത്തന തത്വം ബാക്കി ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഈ ചിത്രം ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇത് വരയ്ക്കാനൊന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ ഈ ചിത്രം നിങ്ങൾക്ക് ഓൾറെഡി തരും. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ പ്രിൻസിപ്പിളാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ദ ലെങ്ത് ഓഫ് എ കണ്ടക്ടർ ആൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ആർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഓക്കെ ആണല്ലോ. ദ ലെങ്ത് ഓഫ് എ കണ്ടക്ടർ ആൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ആർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഓക്കെ, ഈ ഡിവൈസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇനി ഈ റിയോസ്റ്റാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ കറൻറ്റ് ഇൻ എ സർക്യൂട്ട് ബൈ ചേഞ്ചിങ് ദ റെസിസ്റ്റൻസ് ഗ്രാജ്വലി. ഓക്കെ, അതായത് ഇതിൻ്റെ പ്രവർത്തന തത്വം ഒരു ചാലകത്തിൻ്റെ നീളവും അതിൻ്റെ പ്രതിരോധവും പരസ്പരം ആനുപാതികമാണെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് അതിൻ്റെ പ്രവർത്തന തത്വം. ഇനി പറയുന്നത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ്. പ്രതിരോധം ക്രമേണ മാറ്റിക്കൊണ്ട് ഒരു സർക്യൂട്ടിലെ കറണ്ട് നിയന്ത്രിക്കാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രതിരോധം ക്രമേണ മാറ്റിക്കൊണ്ട് ഒരു സർക്യൂട്ടിലെ കറണ്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അത് നന്നായിട്ട് പോയി കണ്ട് വളരെ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.